വാർ റിപ്പോർട്ടിംഗ് എന്നാൽ സമചിത്തതയോടെ കരുത്തു ചോരാതെ കൈകാര്യം ചെയ്യണമെന്നാണ് പൊതുവെ പറയാറ്. പക്ഷേ നിലവിലെ ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ എത്ര ദിവസത്തോളം നമ്മൾ സാധാരണക്കാർക്ക് ഈ കരുത്തു ചോരാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് സംശയമാണ്. തുടർ ദിവസങ്ങളിൽ ഇനി എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഡിഫൻസ് ബീറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള മാതൃഭൂമി പത്രാധിപരായ മനോജ് കെ ദാസാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. യുദ്ധം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ യുദ്ധ സമാന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 രാത്രികളിലെ സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു ഭീതിതമായിട്ടാണ് തോന്നുന്നത്. നിലവിലെ ഒരു സാഹചര്യവും യുദ്ധവും തമ്മിലുള്ള ഒരു വ്യത്യാസം സംസാരിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ കരുതുന്നത്. യുദ്ധം എന്ന് പറയുന്നതാണെങ്കിൽ എല്ലാ ഫോഴ്സസും ഒരേപോലെ എൻഗേജ്ഡ് ആവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഫുൾ ഫ്ലെജ്ഡ് വാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുകയും ആക്രമിക്കാനുള്ള ഒരു വിൻഡോ തുറന്നിടുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാവിലെ വന്ന വാർത്തകളിൽ ഇന്ത്യയുടെ ഡ്രോണുകൾ ലാഹോറിലും സമീപ പ്രദേശങ്ങളിലൊക്കെ പതിച്ചതായി കണ്ടു. അത് സത്യം ഒരു വാർ ടാക്ടിക്കാണ്. അതായത് നമ്മൾ ആദ്യം ഒരു കേർട്ടൻ തുറന്ന് നോക്കുന്ന മാതിരി അവരുടെ ഇലക്ട്രോണിക് ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റത്തിനെ ഒന്ന് മനസ്സിലാക്കാനും അതിനൊരു വിടവുണ്ടാക്കാനും പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരു വേവ് ഓഫ് ഡ്രോൺസ് അയക്കും. അതുവഴി തുറന്നു കിട്ടുന്ന മണിക്കൂറുകൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. ആ സ്ട്രൈക്ക് എന്തും ആകാം, എയർഫീൽഡ് ആകാം, എയർക്രാഫ്റ്റുകളാകാം, അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആയുധപ്പുരകളാകാം. പക്ഷേ ഇന്ത്യ കാൽക്കുലേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് നിർവീര്യമാക്കിയത്. 2 കാര്യമാണ്. ഒന്ന്, ഏത് സമയത്തും നമുക്ക് അവരെ ആക്രമിക്കാം. ഇനി അത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ഒരു സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് അവിടെ ആക്രമിക്കാമെന്നൊരു സന്ദേശം നൽകുകയാണ്. തിരിച്ച് നിലിനയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, എന്താണൊരു യുദ്ധം എന്നാണെങ്കിൽ നമ്മൾ ആദ്യം തകർക്കുക അവരുടെ റൺവേ ആണ്. അവരുടെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാതിരിക്കാനുള്ള അവരുടെ എല്ലാം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത്തരം റൺവേകൾ തകർക്കും. സമീപകാലത്ത് ശ്രദ്ധിച്ചാൽ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ നാഷണൽ ഹൈവേയിലും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഇറക്കിയും ടേക്ക് ഓഫ് ചെയ്തും പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എപ്പോഴെങ്കിലും നമ്മുടെ ഒരു എയർഫീൽഡ് നിർവീര്യമാക്കപ്പെട്ടാൽ നമുക്ക് നാഷണൽ ഹൈവേ ഉപയോഗിച്ച് ഒരു ഓപ്പറേഷൻ നടത്താൻ സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പോട് അല്ലെങ്കിൽ അതിനുള്ള ബലവുള്ള റോഡുകളാണ് നമ്മൾ ഈയിടെ പണിതുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് വെസ്റ്റേൺ ബോർഡർ ഏരിയയിൽ. യുദ്ധം ഫുൾ ഫ്ലെജ്ഡ് ആവുമ്പോൾ അതിന് ഒന്ന് രാജ്യം ഡിക്ലെയർ ചെയ്യണം. 1, 2 അവരുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ എല്ലാ ഫോഴ്സുകളും ഒരേപോലെ അക്രോസ് ദ ബോർഡേഴ്സ് ആക്റ്റീവ് ആവും. ഇപ്പം നമ്മൾ കാണുന്നത് വെസ്റ്റേൺ ബോർഡറിൽ പാകിസ്ഥാനോട് ചേർന്നുള്ള ആ ഭാഗത്ത് മാത്രം കീ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലെ പരസ്പരമുള്ള ഡിഫൻസ് സിസ്റ്റത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചില ഭീഷണികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ട് ഇവിടെ എത്താനായിട്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. മറിച്ച് അവരുടെ സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റം പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്, നമ്മുടെ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വാം അപ്പ് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു ഫേസ് തന്നെയാണ്. ഇപ്പോൾ അവരുടെ ഒരു ലോങ്ങർ ഡിസ്റ്റൻസ് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയിലെ ബോംബെയോ അല്ലെങ്കിൽ വേറൊരു നഗരത്തെ ലക്ഷ്യമാക്കി അവർ തൊടുക്കുകയാണെങ്കിൽ അത് യുദ്ധം അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യപ്പെട്ടു എന്നൊരു ലക്ഷണമായി കണ്ട് നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യും. അപ്പോൾ ആസ് ഓഫ് നൗ യുദ്ധസമാന സാഹചര്യം എന്ന് പറയുന്നത് ബോർഡർ ഫയറിംഗ് എപ്പോഴും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അഖ്നൂർ, ഉറി തുടങ്ങിയ മേഖലകളിലുള്ള ഈ ക്രോസ് ബോർഡർ ഏവിയേഷൻ അറ്റാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് അവിടെ ഒരു ലെവൽ എസ്കലേഷൻ കൂടിയിരിക്കുന്നത്. ഫുൾ ഫ്ലെഡ്ജ് യുദ്ധം എന്ന് പറഞ്ഞാൽ രാജ്യത്തൊരു എമർജൻസി ഡിക്ലെയർ ചെയ്ത മാതിരിയായിരിക്കും. പല സർവീസുകളും സർക്കാർ നേരിട്ട് ഏറ്റെടുക്കും. ഉദാഹരണത്തിന് സബ്സ്റ്റേഷനുകളുടെ നിയന്ത്രണം പോലും ഇന്ന് ഇപ്പോൾ KSEB നമ്മുടെ നാട്ടിൽ വെച്ച് KSEBയുടെ കയ്യിലാണെങ്കിൽ അത് ഒരു പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ കയ്യിലേക്ക് മാറും. മുൻനിരയിൽ നിൽക്കുന്ന BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരെ പിൻവലിച്ചിട്ട് ആർമി ആ ജോലി ഏറ്റെടുക്കും. ഇതൊക്കെയാണ് ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സുകളായ BSF അവർ ആദ്യം അയക്കുന്ന ഡ്രോണുകൾ ഒരുപക്ഷെ അതിലൊരു ഫയർ പവർ ഇല്ലാത്ത ഡ്രോണുകളാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ നമ്മുടെ റഡാറുകളും നമ്മൾ തിരിച്ചടിക്കുന്ന ഡിഫൻസ് സിസ്റ്റംസ് എവിടെയാണെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് അടുത്ത പോയിന്റഡ് അറ്റാക്ക് അവിടെ അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സിസ്റ്റവും രാത്രി തുറന്നിട്ടില്ല. ഇന്നലെ ആ ഡ്രോണുകൾ 50ഓളം ഡ്രോണുകളെ വീഴ്ത്തിയത് ആർമി തന്നെയാണ്. അപ്പോൾ ഫുൾ ഫ്ലെജ് വാറിലേക്ക് പോവുകയാണെങ്കിൽ കോസ്റ്റ് ഗാർഡിനെ പിൻവലിച്ച് നേവി മുന്നോട്ടേക്ക് കയറും. അതൊക്കെയാണ് ഒരു ഫുൾ ഫ്ലെജ് വാറിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നല്ലോ ഇപ്പോൾ സിന്ദൂർ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ആക്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഭീകര കേന്ദ്രങ്ങളില്ല. അപ്പം പാകിസ്ഥാന്റെ ഒരു മൂവ്മെന്റ് അവർ എന്ത് ലക്ഷ്യം വെച്ചായിരിക്കും ഒരു കരയുദ്ധത്തിലേക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്? തീർച്ചയായും നമുക്ക് യാതൊരുവിധ ഭീകര കേന്ദ്രങ്ങളോ ഒരു കൊവോട്ട് ഓപ്പറേഷൻ ഇന്ത്യ ഒരിക്കലും മുതിരുന്ന ഒരു രാജ്യമല്ല. ആദ്യമായൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഒളിച്ചു വെച്ച് എന്തെങ്കിലും അവർ കണ്ടെത്തി
ആക്രമിച്ച് നിർവീര്യമാക്കാൻ ഒന്നും ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ സിവിലിയൻ മേഖലകൾ ലക്ഷ്യമാക്കുകയും സിവിലിയൻ ഏരിയകളിൽ ബോംബ് ചെയ്യുകയും അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് ഫയറിംഗ് നടത്താനും മിസൈലുകൾ അയക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി ഇന്നസെൻ്റ് ആയിട്ടുള്ള സിവിലിയൻസിനെയാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് ശക്തമായ തെളിവോടുകൂടി രാജ്യത്ത് ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കി എന്ന് ലോകത്തെ എല്ലാ ഏജൻസികളും തന്നെ സമ്മതിച്ച ജെയ്ഷെ മുഹമ്മദ് പോലെ, ലഷ്കർ എ തൈബ പോലെ, ഹസ്രത്തുൽ മുജാഹിദ്ദീൻ പോലെയുള്ള സംഘങ്ങളും അവരുടെ കേന്ദ്രങ്ങളുമാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തത്. പാകിസ്ഥാൻ പകരമായി ചെയ്യുന്നത് ഇവിടെയുള്ള സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായ ഇൻഫർമേഷനോട് കൂടി പ്രിസൈസ് ബോംബിംഗ് നടത്തി. അഗെയിൻ ആദ്യം പറഞ്ഞ മാതിരി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കി, എയർഫീൽഡ് നിർവീര്യമാക്കിയില്ല, അവരുടെ എയർക്രാഫ്റ്റുകളെ നമ്മൾ ആക്രമിച്ചിട്ടില്ല, സൈനിക കേന്ദ്രങ്ങളും നമ്മൾ ആക്രമിച്ചിട്ടില്ല, ഇതുവരെ ഇല്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ആംസ് ആൻഡ് അമ്യൂണിഷനിൽ നമ്മുടെ ഒരു വൈദഗ്ധ്യവും അഡ്വാൻസ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഡ്രോണുകളെ വെടിവെച്ചിട്ടു, പിന്നെ അതുപോലെ മിസൈലുകളെ വെടിവെച്ചിട്ടു, പോർ വിമാനങ്ങളെ 2-3 എണ്ണത്തിന് വെടിവെച്ചിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മഹത്യാപരമല്ലേ? യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും ഇരു രാഷ്ട്രങ്ങൾക്കും അല്ലെങ്കിൽ അതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളും നാശനഷ്ടം ഉണ്ടാക്കുന്നത് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു ഗ്രാവിറ്റി നോക്കുമ്പോൾ പാകിസ്ഥാന് കുറച്ചുകൂടി ആഘാതം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തികച്ചും ആത്മഹത്യാപരം എന്ന് മാത്രമല്ല, അവരുടെ ഇക്കോണമി ഓൾറെഡി നമ്മൾ ആദ്യ ഭാഗത്ത് നമ്മൾ സംസാരിച്ച അത്രയേറെ മോശം സ്ഥിതിയിലാണ് പാകിസ്ഥാൻ ഇക്കോണമി. അത് കൂടുതൽ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. അത് 1. 2, ഇന്ത്യക്കും ക്ഷീണമുണ്ടാവും. കാര്യം കുറേ നാളത്തേക്കെങ്കിലും മറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിവെച്ച് മുഴുവൻ ഫണ്ടും ഡിഫൻസിലേക്ക് മാത്രം മാറ്റേണ്ടതായി വരും. അതുകൊണ്ട് അതൊരിക്കലും അഭികാമ്യമായ ഒരു സിറ്റുവേഷൻ അല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടുതൽ പീഡകൾ കൊടുക്കുന്ന ഒരവസരമാക്കി മാറ്റാനാണ് അവരിതിനെ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ അവർ മാത്രമാണ് ഇന്ത്യ പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. അവർ ഇന്ത്യക്ക് അവരെ ഭയന്നിട്ടല്ല, പക്ഷെ അവരുടെ ജനങ്ങൾക്ക് അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും തീരാത്ത ദുരിതകാലഘട്ടത്തിലേക്കാണ് അവർ തള്ളിവിടുന്നത്. അതാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ആത്മഹത്യപരമാണ്. നമ്മുടെ ആയുധങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ ആയുധങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. കാരണം ഇന്ന് ഇന്ത്യ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫോറിൻ സിസ്റ്റം മേടിച്ചാൽ കുറേയേറെ സൊഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. പക്ഷെ ആ സിസ്റ്റം വീണ്ടും റീഇൻവെൻറ്റിങ് ദ വീൽ പോലെ നമുക്ക് അവൈലബിൾ S-400 പോലെ ഒരു റോക്കറ്റ് സിസ്റ്റം, നമ്മൾ പിനാക്ക മിസൈൽസ് പോലെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ S-400 പോലൊരു റോക്കറ്റ് സിസ്റ്റം നമ്മൾ വീണ്ടും വർഷങ്ങളുടെ റിസർച്ചിലൂടെ പ്രിസിഷൻ കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് അത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന സമയത്തിലും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലും വളരെ എളുപ്പമാണ് ഓഫ് ദ ഷെൽഫായിട്ട് കിട്ടുന്ന നമ്മുടെ മിത്രങ്ങളായ റഷ്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷെ നമ്മൾ ആ മിസൈൽ സിസ്റ്റം കൊണ്ടുവച്ചിട്ട് അത് റഷ്യ ഉപയോഗിക്കുന്ന പോലെ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനെ നമ്മളായി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മിസൈലുകളുണ്ട്. ഇപ്പം നാഗ് പോലത്തെ മിസൈലുകളുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ സാറ്റലൈറ്റ് സിസ്റ്റമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏരിയയിൽ ഒരു ത്രെറ്റ് തോന്നുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു മിസൈൽ നമുക്ക് നേരെ വരികയാണ്, ഇപ്പോൾ ഡ്രോണുകൾ അല്ലെ പാകിസ്ഥാൻ്റെ JF-17 എയർക്രാഫ്റ്റ് നമ്മൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. JF-17 വളരെ അഡ്വാൻസ് എയർക്രാഫ്റ്റാണ്. പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു 5th ജനറേഷൻ ഫൈറ്റർ എന്ന് പറയുന്നതാണ് JF-17. അത് മൾട്ടി റോൾ എയർക്രാഫ്റ്റാണ്. അത് ഇൻ്റർസെപ്റ്ററായിട്ട് ഉപയോഗിക്കാം, അറ്റാക്കിന് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റുകൾ JF-17 കണ്ടെത്തുന്നു, ഇന്ത്യക്ക് നേരെ നീങ്ങുന്നു, എയർ ഡിഫൻസ് സിസ്റ്റം വാർണിംഗ് കൊടുക്കുന്നു. പിന്നെ അതിനെ ട്രാക്ക് ചെയ്യുന്നത് 400 റേഞ്ചിൽ വരുന്നതിനുള്ളിൽ തന്നെ അതിൻ്റെ പിൻ പോയിന്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യൻ കേപ്പബിലിറ്റി ഉപയോഗിച്ചാണ്. കില്ലിംഗ് മാത്രമാണ് S-400 ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുന്ന നമ്മുടേതായ സാങ്കേതിക വിദ്യയും നമ്മൾ ശീലിച്ചു വന്ന നമ്മുടെ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലുള്ള സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മൾ അതിൽ കൊണ്ടുവന്ന അഡ്വാൻസ്മെൻറ്റ്. 1000 വിമാനം ഒന്നിച്ചയച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പാകിസ്ഥാൻ്റെ ഫസ്റ്റ് ക്ലെയിം ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ പൊള്ളയായ ആ ക്ലെയിം പൊളിയാൻ കാരണം അതാണ്. ഒരിക്കലും 5 വിമാനം ഒരേപോലെ അപകടത്തിൽ വരുന്ന രീതിയിൽ പറപ്പിക്കുന്നതിനല്ല, അത് പല റോളായിരിക്കും. അങ്ങനെ ഒരു ഫോർമേഷൻ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോരുത്തർക്കും ഓരോ റോളായിരിക്കും. കില്ലിങ്ങിന് പോകുന്ന ഒരേ ഒരു വിമാനമായിരിക്കും. ബാക്കിയുള്ളവരുടെ അവരുടെ എയർക്രാഫ്റ്റ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക, അവരുടെ ഗ്രൗണ്ട് സിസ്റ്റം നിർവീര്യമാക്കുക, അങ്ങനെ വഴി തുറന്നു കൊടുക്കുന്ന റോളായിരിക്കും മറ്റേ എയർക്രാഫ്റ്റുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ 5 എയർക്രാഫ്റ്റ് ഒന്നിച്ച് വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ലോകം വിശ്വസിക്കാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ വ്യോമാക്രമണത്തിൽ നമ്മുടെ ഒരു വലിയ ഡിഫൻസായി നിന്നൊരു സംവിധാനമാണല്ലോ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ നാവിക സേനയിലും അതുപോലെ കരയുദ്ധത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കൈവശമുള്ളത്? സോണാറുകൾ വെച്ചിട്ട്, സാറ്റലൈറ്റ് വെച്ചിട്ട്,
കടലിൽ പോകുന്ന ഓരോ ബോട്ടിനെയും ട്രാൻസ്പോണ്ടർ ഉപയോഗിച്ച് കണ്ടെത്തുകയും നമ്മുടേതല്ല എന്ന് തോന്നുന്ന ഒരു ബോട്ട്, അത് എത്ര ചെറുതാണെങ്കിലും അതിനെ പിൻ പോയിന്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യം നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് ഗുജറാത്തിൽ നിന്നും നമ്മുടെ വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് പിടിക്കുകയുണ്ടായി. അവരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇൻഫർമേഷൻ ഓഫ് കോഴ്സ് യെസ്, പക്ഷേ അവരെ കണ്ടെത്തുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അത് കടലിലുള്ള സെൻസേഴ്സ് ഉണ്ട്, എയർക്രാഫ്റ്റ് വഴി നടക്കുന്ന സർവെയിലൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു റോഗായി ബിഹേവ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇപ്പം ഒരു കോമൺ മാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾക്കൊരു പാറ്റേൺ ഉണ്ട്, അവർ പോകുന്നൊരു ദൂരമുണ്ട്. ആ ദൂരത്ത് പോയി വല വിരിച്ച് അവർ മടങ്ങി വരികയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബോട്ട് നീങ്ങുന്നത് കണ്ടാൽ ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റിയായി കണക്കാക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ സാറ്റലൈറ്റ് ബേസ്ഡും ഗ്രൗണ്ട് റഡാർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇന്നുണ്ട്. ആർമിയുടെ കാര്യത്തിൽ തെർമൽ ഇമേജിംഗ് ആണ്. രാത്രികാലങ്ങളിൽ അനാവശ്യമായൊരു മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ തെർമൽ ഇമേജറി വഴി നമ്മുടെ ഏരിയയിൽ കടക്കുന്നത് കണ്ടാൽ അത് ചലഞ്ച് ചെയ്യപ്പെടുകയും അതുകൊണ്ട് ഉദാഹരണത്തിന് ഇന്നലെ പാകിസ്ഥാൻ്റെ ഈ ബോർഡർ ആക്ഷൻ ടീമുകളുണ്ട്. ഈ ബോർഡർ ആക്ഷൻ ടീം എന്ന് പറയുന്ന പാകിസ്ഥാൻ കമാൻഡോസും ഭീകരന്മാരും ചേർന്നിട്ടുണ്ടാകുന്ന 5 പേരുടെ 7 പേരുടെ ഒരു ചെറു സംഘങ്ങളാണ്. ഇവർ വളരെ പതുങ്ങിയിരുന്ന് വളരെ ക്വിക്കായിട്ട് ഇപ്പുറം കടന്ന് മാക്സിമം നാശനഷ്ടം വരുത്തി, പ്രത്യേകിച്ച് ക്ലോസ് കോമ്പാറ്റ്, ഹാൻഡ് കോമ്പാറ്റിൽ കത്തി ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളാണ്. കടന്നു വന്ന് തലയിറക്കുക, കുത്തിക്കൊല്ലുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് മടങ്ങി പോകുന്നവരാണ്. അങ്ങനെ 2 ടീമിനെ ഇന്നലെ തകർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആർമിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം അത്രയും സ്ക്രീനിങ് ഉണ്ട്. അനാവശ്യമായ മൂവ്മെൻറ്റ് കണ്ടാൽ ഡിറ്റക്ട് ചെയ്യാനും അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ട്രെയിനിങ് നമ്മുടെ ആർമിക്കുണ്ട്. 2 പാക് പൈലറ്റുമാരെ പിടികൂടി എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു സേന ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിലൊരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതിൽ നമ്മുടെ ഒരു എവിഡൻസ് ആയിട്ടാണോ നമ്മളത് കാണിക്കുക? എങ്ങനെയായിരിക്കും? പിടികൂടിയ സത്യമാണെങ്കിൽ നമ്മളത് എവിഡൻസ് ആയിട്ട് തന്നെ കാണിക്കും. രണ്ടാമത്, നമ്മൾ ഇന്ത്യ ജനീവ കൺവെൻഷൻ അനുസരിച്ച് നീങ്ങുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രിസണർ ഓഫ് വാറിന് കിട്ടേണ്ട എല്ലാ ബഹുമാനങ്ങളും തീർച്ചയായും നൽകിക്കൊണ്ടായിരിക്കും ഇന്ത്യ അവരെ കൈകാര്യം ചെയ്യുക. ഡെഫിനറ്റ്ലി അവരോട് ചോദ്യം ചെയ്യും. അല്ലാണ്ട് അവരെ ചായ കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് വിടുകയല്ല ചെയ്യും. ഡെഫിനറ്റ്ലി അവരെ ചോദ്യം ചെയ്യും. പക്ഷേ അത് പാകിസ്ഥാൻ ഇന്ത്യക്കാരോട് ചെയ്യുന്ന പോലെ ഇൻഹ്യൂമൻ ആയിരിക്കില്ല എന്നാണ് നമ്മുടെ കൺവെൻഷൻ. പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു, അസ്ഥിരപ്പെടാൻ പോകുന്നു, ബലൂജികളുടെ ആക്രമണം വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷ ഗോഗ്വാവിളികൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം അസ്ഥിരമാകുമ്പോൾ ഏറ്റവും അധികം ഭീഷണിയാകുന്നത് ഇന്ത്യക്കാണ്. കാരണം അവിടെ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ജനാധിപത്യം നിലനിൽക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് എന്നുള്ളൊരു വശവും കൂടി ഉണ്ടല്ലോ. വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം പാകിസ്ഥാൻ അസ്ഥിരമാവുന്നതിൽ ഒരു ഇന്ത്യക്കാരും പോലും സന്തോഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം കൃത്യമായി താങ്കൾ പറഞ്ഞ മാതിരി അവിടെ നിന്ന് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ഒരു ഇംപ്ലോഷൻ ഓഫ് പാകിസ്ഥാൻ, എക്സ്പ്ലോഷൻ, ഇംപ്ലോഷൻ, ഉള്ളിലുണ്ടാകുന്ന പൊട്ടിത്തെറി, അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്തായിരിക്കും? വീണ്ടും ആർമി കൺട്രോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു കാലഘട്ടം കൂടെ ആർമിയുടെ കീഴിലേക്ക് പോവുക. അതാണ് ആർമിക്ക് വേണ്ടത് അവിടെ. പാകിസ്ഥാൻ ആർമി എന്നും ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കാത്ത, റൂത്ത്ലെസ് ആയിട്ടുള്ള ഫോഴ്സിൽ വിശ്വസിക്കുകയും അതുവഴി അവരൊരിക്കലും ജനക്ഷേമമായ കാര്യങ്ങളല്ല ചെയ്യുന്നത്. പാകിസ്ഥാൻ ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ കറപ്ഷൻ ഉള്ള ആർമിയായി കണ്ടെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം പാകിസ്ഥാനിൽ യുദ്ധം വഴി തകരുകയാണെങ്കിൽ അത് ഏറ്റവും ക്ഷീണം ഇന്ത്യക്ക് തന്നെയായിരിക്കും. ഇന്നലെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ പാകിസ്ഥാൻ ആർമിയിലുള്ള സേനാംഗങ്ങളെ ബലൂജികൾ ആക്രമിച്ച് പൊട്ടിത്തെറിച്ച് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷിക്കരുത് എന്നുള്ള ഒരു മാനസിക പാകതയിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. ജീവൻ എവിടെ നഷ്ടപ്പെട്ടാലും ഒരു ജീവനാണ് പോകുന്നത്. ഡിനൈഡ് ഫ്രീഡം ഉള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ മൈനോറിറ്റീസ് നടത്തുന്ന ഒരു പ്രശ്നമായിട്ടാണ് ബലൂചിസ്ഥാൻ ലോകം മുഴുവൻ അറിയുന്നത്. ഇൻഫാക്ട് ഇന്ത്യ ബലൂചിസ്ഥാനുകളെ ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റിന് പോലും ഇന്ത്യ മുതിരാറില്ല. അപ്പോൾ അതിനെ ആർക്കും സന്തോഷിക്കേണ്ട ആവശ്യം. ഉദാഹരണത്തിന് ഇന്നലെ ഒരു അമേരിക്കൻ പൈലറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അപ്പോൾ അതിൽ JF-17 അത് ശരിയോ നോക്കിപ്പോയപ്പോൾ ഈ ഇൻ്റർവ്യൂവിലെത്തിയാണ്. അവരും ഇതേ കാര്യം ചർച്ച ചെയ്യണം, 2 അമേരിക്കൻ റിട്ടയർഡ് പൈലറ്റ്സ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വീഴുന്ന ശത്രുവിൻ്റെ വിമാനമാണെങ്കിലും അതിലിരിക്കുന്ന ഒരു ഏവിയേറ്ററാണ്. എന്നെപ്പോലെ ഹൈ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഒരു ഏവിയേറ്ററാണ്. ഒരു മില്ലി സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പിൽ വീഴുമ്പോൾ ഞാൻ സന്തോഷിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും ഹൈലി ട്രെയിൻഡ് ഒരു കോസ്റ്റ്ലി ഹ്യൂമൻ ലൈഫാണത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഇതുള്ളുണ്ട്, വെടിവെച്ചിട്ടെങ്കിൽ പോലും പലപ്പോഴും ജർമ്മൻ വൈമാനികർ അവർ കീഴടക്കുന്ന അല്ലെങ്കിൽ അവരുടെ മണ്ണിൽ പാരഷൂട്ടിൽ വന്നിറങ്ങുന്ന ഈ കോട്ട് അൺകോട്ട് ശത്രു പൈലറ്റുകൾക്ക്
ഒരു ഡ്രിങ്കൊക്കെ കൊടുക്കുകയും റിലാക്സ് ചെയ്യും. പിന്നീട് അവരെ POW ആയി ക്വസ്റ്റ്യൻ ചെയ്യും, മരകമർദ്ദന മുറകളേറ്റും അങ്ങോട്ട്. പക്ഷേ അവരാ ഒരു ഏവിയേറ്റർ ടു ഏവിയേറ്റർ റെസ്പെക്ട് ഉണ്ട്. സിമിലർലി ഇന്ത്യ എന്നും നമ്മൾ പണ്ട് കഥകളിൽ വായിക്കുന്ന പോലെ അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു ഹൗ ഷുഡ് ഐ ട്രീറ്റ് യു എന്ന് വെച്ചപ്പം ഹൗ ആൻ എംപറർ ട്രീറ്റ്സ് അനദർ എംപറർ എന്ന് പറഞ്ഞ മാതിരി വി ഓൾവേസ് ഗീവ് ദാറ്റ് റെസ്പെക്ട് ടു ദം. ഓക്കെ, കാണ്ഡഹാർ വിമാനാറാഞ്ചലിൻ്റെ സൂത്രധാരൻ അബ്ദുൾ റൌഫ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇപ്പം വിദേശകാര്യ സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിലെന്തായിരിക്കും ഇനി അപ്ഡേറ്റ്സിനൊരു നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് കൺഫേം ചെയ്യേണ്ടി വരും. കാര്യം നമ്മൾ DNA ടെസ്റ്റുകളും ആളുടെ മരണപ്പെട്ട ആളുടെ DNAയും നമ്മുടെ കയ്യിലുള്ള സാമ്പിളുകളുമായി ഒത്തുനോക്കി മരണപ്പെട്ടത് ഇയാൾ തന്നെ ആണെന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് ഒരിക്കൽ പാകിസ്ഥാൻ ഇതേപോലെ ഒരു കൊടും ഭീകരന് ഇല്ലാതായി എന്ന് പ്രചരിപ്പിച്ചു. കാരണം അന്ന് അവർക്ക് വേണ്ടത് വേൾഡ് ബാങ്കിന്റെ IMFന്റെ ഫണ്ടിങ് ആയിരുന്നു. അപ്പോൾ ഈ ഭീകരൻ ഇന്ന് മരണപ്പെട്ടു, പാകിസ്ഥാനിൽ ഇയാളില്ല എന്ന പ്രചരണത്തിന് ശേഷം ഫണ്ട് വന്ന ശേഷം അയാളെ വീണ്ടും പുനർജീവിപ്പിച്ചു. അപ്പോൾ ദേ ആർ കേപ്പബിൾ ഓഫ് എവറിത്തിങ്. അതുകൊണ്ട് തന്നെ അതിനെ മുഖവിലേക്ക് എടുക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഓടിപ്പോയിട്ട് ചെക്ക് ചെയ്യാനും പറ്റില്ല. ഈ വാർത്തകളിലൊക്കെ നമ്മളെല്ലാം പേഴ്സണലി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അൽ ഖ്വയ്ദ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുമ്പോഴുള്ള യുദ്ധമര്യാദകൾ ഒരിക്കലും തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാവില്ല. ഇതിനെ എത്ര ആശങ്കയോടെയാണ് കാണുന്നത്? വലിയ ആശങ്കയൊന്നും ആവശ്യമില്ല. അൽ ഖ്വയ്ദ എന്നൊരു ഫോഴ്സ് അല്ല. മാത്രമല്ല അൽ ഖ്വയ്ദ പോലൊരു ഫോഴ്സ് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി മറ്റ് അഫ്ഗാനിസ്ഥാനിലോ മറ്റ് സ്ഥലങ്ങളിലോ കണ്ടമാർ ഇരച്ചു കയറി ഇങ്ങോട്ട് വരാനുള്ള അത്ര വീക്കായിട്ടുള്ളൊരു ബോർഡർ സെക്യൂരിറ്റി സിസ്റ്റം അല്ല നമ്മുടേത്. അപ്പം അൽ ഖ്വയ്ദ അതൊരു ഒപ്റ്റിക്സാണ്. അത് ഒരു സാധാരണക്കാരെ ഭയപ്പെടുത്താനുള്ള ഒരു ഒപ്റ്റിക്സാണ്. അൽ ഖ്വയ്ദ അവരോടൊപ്പം ചേർന്നു. സത്യത്തിൽ അത് പാകിസ്ഥാൻ ഗവൺമെൻറ് അവിടെയായിരുന്നു ഉത്തരവാദിത്തം കാണിക്കേണ്ടിരുന്നത്. അവിടെ ഉറക്കെ പറയണമായിരുന്നു, ഇത് ഇന്ത്യയും ഞങ്ങളുമായുള്ള പ്രശ്നമാണ്, ഇതിലൊരു ഭീകര സംഘടനയ്ക്ക് സ്ഥാനമില്ല എന്ന് പറയാൻ അവർ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അത് അവർ ലോകത്തിനും ഇന്ത്യക്കും നൽകുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ അവരുടെ നിശബ്ദത വീണ്ടും ഇന്ത്യയുടെ ആ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, അതായത് അവിടെ ഗവൺമെൻറ് ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വളരുന്നതെന്നുള്ള ഇന്ത്യയുടെ ആ വാദത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മാതിരിയായി അൽ ഖ്വയ്ദ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. സ്ട്രാറ്റജിക്കലി അതൊരു ഭീഷണിയല്ല. കാരണം ഒരു ഒവോട്ട് ഓപ്പറേഷൻ അവർ മുതിരില്ല. പിന്നെ അവരുടെ ഇൻസൈഡ് സ്ലീപ്പർ സെൽസ് മാതിരിയുള്ള ഏതെങ്കിലും രീതിയിൽ വരുമോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാവില്ല. അത്തരത്തിലുള്ള കാരണങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കാശ്മീരിലെ പല മേഖലകളിലും പാകിസ്ഥാനി ഭീകര സംഘങ്ങൾ തന്നെ ചെറു ഗ്രൂപ്പുകളെ റോന്ത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മഞ്ഞുരുകിയിരിക്കുന്ന സമയമുണ്ട്, അവർക്ക് കടന്നു വരാൻ കുറെ കൂടി എളുപ്പമാണ്. അവർക്ക് ഹിമാലയൻ ഹൈറ്റ്സിൽ സർവൈവൽ കുറെ കൂടി ഈസിയാണ്, കാരണം കൊടും തണുപ്പില്ലാത്തത് കാരണം. നമ്മൾ ഇപ്പം ബിൻ ലാഡൻ്റെ കാലത്തെ തൊറാബോറ കേവുകൾ എന്ന് പറയുന്ന പോലെ ഇവിടെ അതേപോലെ കേവ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് രാത്രി കഴിച്ചു കൂട്ടാൻ വളരെ എളുപ്പമാണ്. ഫുഡ് താഴേക്ക് വരും, അവർ ആളുകളെല്ലാം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തും, ഫുഡ് വാങ്ങും, അതിനുള്ള പൈസ കൊടുക്കും, വീണ്ടും കാട്ടിലേക്ക് മറിയും. അതിപ്പം എന്നും ഈ ഭീകരന്മാരും പാകിസ്ഥാൻ ആർമി ട്രൈ ചെയ്യുന്ന ഒരു ടെക്നിക്കായിരുന്നു ഇത്. എല്ലാവിധ ഡിഫൻസ് നമുക്കുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആശ്വസിക്കുമ്പോഴും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അവർക്ക് വേണമെന്ന് വിചാരിച്ച നമ്മുടെ നാട്ടിലെ സ്ലീപ്പർ സെല്ലുകളെ ഉണർത്താം, ആ രീതിയിൽ ആക്രമിക്കാം എന്നുള്ളത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കണ്ടേ? ജനറൽ സിയാഉൽ ഹഖ് പാകിസ്ഥാൻ ഭരിക്കുന്ന കാലം തൊട്ട് ജനറൽ സിയാഉൽ ഹഖിൻ്റെ ഒരു അംബീഷ്യസ് പ്ലാനായിട്ട് ടോപ്പാസ് പ്ലാൻ എന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്ലാനുണ്ട്. അപ്പോൾ അയാൾ ഡിക്ലെയർ ചെയ്തു, ഐ വിൽ മേക്ക് ഇന്ത്യ ബ്ലീഡ് ത്രൂ 1000 cuts എന്ന് പറഞ്ഞു. അപ്പം ഒരേ സമയത്ത് പാകിസ്ഥാൻ ആർമിയുടെ അറ്റാക്കും ഇന്ത്യയുടെ അകത്തു നിന്ന് അവർ ട്രെയിൻ ചെയ്ത സ്ലീപ്പർ സെൽസിൻ്റെ ഒരു അറ്റാക്കും ഒരേ സമയം ഇന്ത്യയിൽ വരിക എന്നുള്ള ഒരു കാരണമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഒരു ആവറേജ് ഇന്ത്യ മാറിയിരിക്കുകയാണ്. നമ്മൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നു. ചെറിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷനും കേരളത്തിൻ്റെ സൈസും എടുത്താൽ കേരളത്തിലേക്കാൾ ചെറിയ എത്രയോ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എത്രയോ രാജ്യങ്ങളുണ്ട് ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത്ര ഒരു ചെറിയ സ്ഥലമല്ല ഇന്ത്യ. മാത്രമല്ല ഇന്നത്തെ ഇന്ത്യയിലെ ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. ഇത്രയധികം ഡെവലപ്മെൻറ്റ് വരുന്ന ഒരു രാജ്യം, ഇത്ര കാലഘട്ടമാണ്. അപ്പം ഒരു കാലത്ത് അവർ സ്വപ്നം കണ്ട പോലെ തൊഴിലില്ലായ്മ കൊണ്ട് യുവാക്കളെ എന്തെങ്കിലും വഴിതെറ്റി പോകുന്ന ഒരു കാരണം ഇന്നില്ല. കൂടാതെ ഇപ്പോൾ കാശ്മീരിൽ വന്ന മാറ്റം എത്ര സ്വാഗതാർഹമായിരുന്നു, അത് ഹൗ ഇറ്റ് വാസ് വെൽക്കംഡ് ബൈ കാശ്മീരീസ് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാശ്മീരികൾ ഇത്തരത്തിലൊരു ആക്രമണത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ തെരുവുകളിൽ വന്ന മാറ്റം,
ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഡിസ്ട്രപ്ഷൻ, എത്രയോ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് അടച്ചിട്ടിരിക്കുന്നു. അപ്പം അവർക്ക് പോലും ആഗ്രഹമില്ല ഇനി ഒരു ഒരു ബ്ലഡി ഏരിയയിലേക്ക് പോകാൻ ലോക്കൽ ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരത്തിലൊരു സ്ലീപ്പർ സെല്ലുകളോ ഒന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഒരു വലിയ വിപണിയാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ ഒരു യുദ്ധത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു മുതലാളിത്ത താല്പര്യത്തിന് തന്നെ എതിരായിരിക്കും. അപ്പം ആ രീതിയിൽ നോക്കുമ്പം ഏത് രീതിയിൽ അവർ ഇടപെടുന്നു, ഇത് എത്ര പെട്ടെന്ന് അവസാനിക്കുന്നതാണ് തോന്നുന്നത്? നമ്മളിപ്പോഴും ഡിഫെൻസീവ് ആക്ഷനാണ്. അതിപ്പോൾ നമുക്ക് നേരെ ഒരാൾ വെറുതെ വന്നാലും നമ്മൾ കൈകൊണ്ട് തടുക്കുന്ന പോലെ നമ്മൾ തടയിടുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കേണ്ടത് ലോകമാണ്. കാര്യം പലയിടത്ത് പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഒരു അശാന്തമായ ഒരു ഭൂപ്രദേശം കൂടി ലോകത്ത് ആവശ്യമില്ല എന്ന് കരുതണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ മാറി നിൽക്കുന്നത്. കാര്യം ലോകത്തിന് ഇന്ത്യയിൽ വിശ്വാസമുണ്ട്, ഇന്ത്യയുടെ മെച്യൂരിറ്റിയിൽ വിശ്വാസമുണ്ട്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ വിശ്വാസമുണ്ട്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഭരിക്കുന്നവർ മാത്രമല്ല, ഓപ്പോസിഷനിലും വിശ്വാസമുണ്ട്. ഓപ്പോസിഷൻ ലീഡേഴ്സിൻ്റെയും ഇന്ത്യയിലെ ഇന്നത്തെ നമ്മുടെ ഭരണ സംവിധാനത്തെ, അവരുടെ ഒത്തൊരുമയെ ഫുൾ ഫ്ലെജ്ഡായ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന നമ്മൾ ആദ്യ ദിവസം പറഞ്ഞാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത്തരത്തിലൊരു മിസ് അഡ്വഞ്ചറിന് പാകിസ്ഥാൻ മുതിരുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു എസ്കലേഷന് സാധ്യതയില്ല. ഇതിനോടകം തന്നെ ധാരാളം ലോക നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഒന്ന് കാണിച്ചു കൂട്ടണമല്ലോ, ഞങ്ങൾ അങ്ങനെ വെറുതെ മിണ്ടാതിരുന്നല്ല, ഞങ്ങൾ അവരെ പേടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ മിണ്ടാതിരുന്നത് കാണിക്കുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഒരു പക്ഷേ അടുത്തൊരു 48 മണിക്കൂർ കൂടി തുടരാനാണ് സാധ്യത. യുദ്ധം പ്രഖ്യാപിക്കാതെ ഈ ഒരു വലിയ വിപത്ത് കടന്നൊഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത മണിക്കൂറുകളിലെ വിശകലനവുമായി വീണ്ടും വരാം. നമസ്കാരം.